ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല എങ്കിൽ അടുത്തത് മോദിയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്രത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ കടുത്ത വെല്ലുവിളി. രാജ്യത്തെ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിനിടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ തന്നെ രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം രാജ്യവ്യാപക പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ക്രിമിനൽ മന്ത്രിയാണ് എന്നും അദ്ദേഹത്തിന് രാജി ചോദിച്ചുകൊണ്ട് അത് ചോദിച്ചു വാങ്ങിയില്ല എങ്കിൽ അടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി തന്നെ മാറ്റിയിരിക്കുകയാണ് എന്നതാണ് രാഹുൽ തുറന്നടിച്ചിരിക്കുന്നത്. അടുത്ത ഉന്നം പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ കസേര നഷ്ടപ്പെടും എന്ന പരാമർശത്തിലൂടെ തന്നെ പ്രതിഷേധം കൂടുതൽ രാഷ്ട്രീയ തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് ഇവിടെ രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഒപ്പം തന്നെ പ്രത്യേക അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ആ ഒരു പ്രധാനമന്ത്രിയുടെ കസേര കൈക്കലാക്കാനുള്ള ഏതൊരു നടപടിയും അല്ലെങ്കിൽ ഏത് രീതിയിലും ഏത് വഴിയിലൂടെയും അത് നടപ്പിലാക്കി എടുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു വിഷയത്തിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിലൂടെ നടന്ന പോലീസ് ലാത്തി ചാർജിനെ ശക്തമായി വിമർശിച്ച രാഹുൽ ഗാന്ധി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വിദ്യാർത്ഥികളുടെ ശബ്ദം അടിച്ചമർത്താൻ സർക്കാർ പോലീസിനെ ഉപയോഗിക്കുകയാണ് എന്നും ജനാധിപത്യപരമായ പ്രതിഷേധത്തെ ബലപ്രയോഗത്തിലൂടെ തന്നെ തകർക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിപക്ഷം അവസാനം വരെ തന്നെ പോരാടുമെന്നും നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ദേശീയതലത്തിൽ പ്രക്ഷോഭം ശക്തമാക്കുന്നുവെന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അതേസമയം രാജ്യവ്യാപക പ്രതിഷേധവും രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമാകുന്നതിനിടെ തന്നെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നടപടികളുമായി തന്നെ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച കേസുകളിൽ 10 കോടി രൂപ വരെ പിഴയും 10 വർഷം വരെ തടവ് ശിക്ഷയായി നൽകുന്ന പുതിയ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ജൂലൈ 27-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലിൽ ഇത്തരം കേസുകളുടെ വിചാരണ 3 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പ്രതിഷേധം കടുക്കുമ്പോൾ മറുഭാഗത്ത് കർശന നടപടികളിലൂടെ തന്നെ തിരിച്ചടിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ നീക്കം. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ NTA-യിലാകട്ടെ വലിയ അഴിച്ചുപണിക്കുള്ള സാധ്യത, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണിക്കുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു സൂചനയായി പുറത്തു വരുന്നത്. 40-ലധികം ഉദ്യോഗസ്ഥരെ മാറ്റിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് രാത്രി 8 മണിക്ക് പ്രഖ്യാപിക്കും എന്ന സൂചനയാണ് പുറത്തു വന്നത്. എങ്കിൽ പോലും ഏകദേശം 40-ലധികം ഉദ്യോഗസ്ഥരെ മാറ്റിയേക്കുമെന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CJP സമരം ശക്തമാക്കുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇവിടെ NTA-യിലാകട്ടെ അഴിച്ചുപണി എന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ സർക്കാർ നിലപാട് നാളെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. രാജ്യം ഒഴികെയുള്ള ആവശ്യങ്ങൾ തൽക്കാലം പരിഗണിക്കാമെന്ന് CJP നേതാക്കളുമായുള്ള ചർച്ചയിൽ മന്ത്രിതല സമിതി അറിയിച്ചിട്ടുണ്ട്. രാജി അല്ലെങ്കിൽ ഒത്തുതീർപ്പില്ല എന്നും CJP പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ചർച്ച തീരുമാനമാകാതെ തന്നെ പിരിഞ്ഞു. 5-ാം ദിവസവും വലിയ രീതിയിൽ പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിച്ചു എന്ന വാർത്തകളടക്കം പുറത്തു വരുന്നതിനിടയിലാണ് വീണ്ടും ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.